നമുക്കൊരു ചക്കക്കുരു പറ്റിച്ചത് ഉണ്ടാക്കാം. ചക്കക്കുരു ഞാനിങ്ങനെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട്, നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ ഇതുപോലെ ഇങ്ങനെ മേളിലത്തെ തൊലി മാത്രമേ ഇങ്ങനെ കളയാവുള്ളൂ. ഈ ബ്രൗൺ ഭാഗം കളയല്ലേ എന്നാണ് പറയുന്നത്. നമ്മൾക്ക് ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. നമ്മളിങ്ങനെ ഈ ചക്കക്കുരുവിൻ്റെ മേളിൽ നിന്ന് ഈ വൈറ്റ് തൊലി മാത്രം ഇതൊന്ന് കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കണം. ചക്കക്കുരു ഒത്തിരി ഉണങ്ങിപ്പോകാത്ത ചക്കക്കുരു എടുക്കുകയാണെങ്കിൽ നമുക്ക് തൊലി കളയാൻ എളുപ്പമുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് തൊലി ഇറങ്ങി കിട്ടും. ഇത് മുഴുവൻ ഇതുപോലെ കളഞ്ഞ് ഞാൻ ഇതിങ്ങനെ ഒന്ന് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്യണം. തീരെ കുഞ്ഞാക്കണ്ട. പറ്റിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തോരനൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ തീരെ മെലിഞ്ഞ് അരിയണം. ഇതിപ്പോൾ ഇതുപോലെ ഞാനൊന്ന് വലുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ചക്കക്കുരു റെഡിയാക്കി വെച്ചതാണ്. ഞാൻ അതിനകത്തോട്ട് നമ്മളിതെല്ലാം കൂടെ ഒന്ന് മസാല ഇട്ട് ഒന്നിച്ച് വേവിച്ചെടുക്കുവാണ്. നമുക്ക് ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ചക്കക്കുരു പറ്റിക്കുന്നതിന് പെരിഞ്ജീരകം വളരെ നല്ലതാണ്. അത് നമുക്കിടാം. എല്ലാ സാധനവും നമ്മൾ ഒന്നിച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുവാണ്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ 1 സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതിടാം. കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലതാണ് ഈ പറ്റിച്ച് എടുക്കുന്ന കറിക്കൊക്കെ ഇടുന്നത്. തേങ്ങ ഇടാം. ഒരു വലിയ സവോള, അത് ഞാൻ വലുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ഇടാം. പിന്നെ പറ്റിച്ചതല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം നമുക്ക് കറിവേപ്പിലയൊക്കെ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ 2 തണ്ട് കറിവേപ്പില എൻ്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് മസാലയായിട്ട് ഞാൻ മല്ലിപ്പൊടി 1/2 സ്പൂണ്, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇടാം. 1/2 സ്പൂണ് മുളക് പൊടി ഇടാം. ഒരുപാട് ഞാൻ ചക്കക്കുരു എടുത്തിട്ടില്ല, അതുകൊണ്ട് പിന്നെ എരിവൊക്കെ ആവശ്യമനുസരിച്ച് ചേർക്കണം. ചെറിയ സ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇടാം. ഈ സമയത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഈ ചക്കക്കുരു ഒന്ന് നേകൊക്കെ വെള്ളം ഒഴിച്ച് നമ്മൾ ഗ്യാസിൽ വേവിപ്പിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് നമുക്കിതൊന്ന് പറ്റിച്ചെടുക്കണം. നമുക്കിതിപ്പം വേവിക്കാൻ വെക്കാം. നമുക്ക് ഇതിനകത്ത് നേകൊക്കെ വെള്ളം ഒഴിക്കാം. ചില ചക്കക്കുരുവിനൊക്കെ നല്ല വേവ് കാണുമായിരിക്കും. പിന്നെ വെന്തില്ലെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചൊന്ന് വേവിപ്പിക്കണം. ഇപ്പം ഞാൻ ഇത് നേകൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് വെള്ളം പറ്റി വരുമ്പോഴത്തേനും വേകണം. ഇല്ലെങ്കിൽ നമ്മളൊന്നും കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിപ്പിക്കാം. ഇത് വേകുന്ന വരെ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം ചക്കക്കുരു ഒന്ന് പറ്റിയിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ചക്കക്കുരു വെന്തോന്ന് അറിയുന്നത് നമ്മൾ ഈ ചക്കക്കുരു എടുത്തൊന്ന് കൈ കൊണ്ട് നെക്കി നോക്കിയാൽ മതി. ഇതിപ്പം നല്ല വെന്ത് സോഫ്റ്റായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി നേരം കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫാക്കി ഞാൻ ഇപ്പോൾ വേറൊരു പാൻ വെച്ചിട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഇന്ന് കടുക് പൊട്ടിച്ച് നമുക്കിതൊന്ന് നല്ലോലി ഒന്ന് ഒലത്തിയെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് ഇച്ചിരി കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഇപ്പോൾ നല്ലതുപോലെ പൊട്ടി. നമുക്കിനി ഇത് ഇടാം. ഈ പറ്റിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇത് നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് തോർത്തി എടുത്താൽ മതി. വെന്തിരിക്കുന്ന ചക്കക്കുരു ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ ഒന്ന് തോർന്ന് കിട്ടുമ്പോൾ നമുക്കിത് കണക്കാകും. ഇതിനൊരു മീറ്റ് മസാലയൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായി. പറ്റിച്ച ചക്കക്കുരു കറി വെക്കുന്നതൊക്കെ തന്നെ ഞാനിപ്പോൾ മീറ്റ് മസാല ഇടുന്നില്ല. ഞാൻ വെറുതെ പെരിഞ്ജീരകം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് തോർത്തി കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം. നമ്മുടെ ചക്കക്കുരു പറ്റിച്ചത് നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി വാങ്ങാം. ഗ്യാസ് ഓഫാക്കി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ചക്കക്കുരു പറ്റിച്ചത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇപ്പം ചക്കയൊക്കെ ഒത്തിരി ഉള്ള സമയമല്ലേ, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ഇറച്ചി വലത്തിയ ഒരു രുചിയാണ് ഈ ചക്കക്കുരു പറ്റിച്ചതിന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.